ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. അധികം ആളുകളും തേങ്ങ അരച്ചിട്ടൊക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം ചേർക്കണം. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും പിന്നെ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്രയാണോ ആവശ്യം, ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. തേങ്ങയുടെ റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വരണം. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ മീനൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. മീൻ ചേർത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. മീൻ വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വീണ്ടും അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും. കറി ഇതേ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കാം, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിയിലേക്ക് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം നന്നേ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതാവുമ്പോൾ നല്ല കളർ കിട്ടും. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേങ്ങ ചേർത്തിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മീൻ കറിയുടെ റെസിപ്പീസ് വേറെയുണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്